ഇന്ത്യൻ യുവജനത്തിന്റെ സമരവീര്യത്തിന് മുമ്പിൽ നിരന്തരമായി മുട്ടുമടക്കുന്ന തിരിച്ചടികൾ ഏൽക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഐഷി ഘോഷിനെ ഈ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ക്രൂശിക്കാൻ ഒരു പഴയ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വാറണ്ടുമായി വന്ന് AKG ഭവനിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നിയമവിരുദ്ധമായി ശ്രമിച്ച ഡൽഹി പോലീസിന്റെ നടപടികളെ MP ജോൺ ബ്രിട്ടാസ് ധീരമായി നേരിട്ടു. അതിനു മുൻപിൽ മുട്ടുമടക്കി പോലീസിന് മടങ്ങേണ്ടി വന്നു. അതിനുശേഷം ഇതാ ഐഷി ഘോഷിന്റെ പേരിലുള്ള അറസ്റ്റ് വാറണ്ട് ഹൈക്കോടതി തന്നെ റദ്ദാക്കുന്നു. കോടതിയിൽ ഈ കേസ് വന്നാൽ ഈ വാറണ്ട് റദ്ദാക്കപ്പെടുമെന്ന് അറിയാമായിരുന്ന ദില്ലി പോലീസ് അതിനു മുൻപ് ഈ സമരനായികയെ പിടിച്ചകത്തിട്ട് വിജയമാഘോഷിക്കാൻ ശ്രമിച്ചതാണ്. യുവജനങ്ങൾ സമരം ചെയ്താൽ ഇതായിരിക്കും നടപടിയെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയായിരുന്നു ദില്ലി പോലീസിൻ്റെത്. അത് കേവലം ദില്ലി പോലീസിൻ്റെതല്ല, അമിത്ഷായുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ പദ്ധതി തകർക്കപ്പെട്ടു. ജന്തർ മന്ദിർ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ BJP സർക്കാർ തുടർച്ചയായി വീണ്ടും ഈ യുവതയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതെന്താണ് നമ്മോട് പറയുന്നത്? ഭരണാധികാരി എത്ര തന്നെ ഏകാധിപത്യത്തിലേക്ക് പോയാലും സമരവീര്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന കാര്യമാണ്. ഐഷി ഘോഷ് സാധാരണ ഒരു പെൺകുട്ടിയല്ല. ധീരയായി തന്റെ ജീവനും ജീവിതവും മറന്ന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മധീരയായ ഒരു പോരാളിയാണ്. നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട് ഐഷി ഘോഷിന്റെ സമരവീര്യം. എത്ര ധീരതയോടെയാണ് ആ പെൺകുട്ടി ഇന്ത്യൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം കാര്യമല്ല. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത സമരരംഗങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുന്ന പെൺകുട്ടികളാണ്. ചെറിയ കുട്ടികൾ. അത് UP-യിലായാലും ബീഹാറിലായാലും ദില്ലിയിലായാലും എവിടെയായാലും ഊർജ്ജസ്വലരായി ചോര തുടിക്കുന്ന ആ കൈകളിൽ ഒരു ദീപശിഖ എന്തെന്നുണ്ട്. അവരുടെ ധീരമായ നിഷ്കളങ്കമായ ജനാധിപത്യത്തിലൂന്നിയ ഈ സമര പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട ഐഷി ഘോഷ്, അഭിവാദ്യങ്ങൾ. ഇന്ത്യ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വീണ്ടും ഇതാ ഉറപ്പാകുന്നു. നിങ്ങൾ നിയമവിരുദ്ധരല്ലെന്നും ഇന്ത്യയിലെ ഓരോ പെൺകുട്ടിക്കും അഭിമാനിക്കാം. തങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടവരല്ല, തങ്ങൾ അവകാശബോധമില്ലാത്തവരല്ല, രാഷ്ട്രീയമറിയാത്തവരല്ല, കർമ്മധീരരാണെന്ന്